നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ അല്ലേ, അതുപോലെ നമ്മൾ ഈ പറയുന്ന മലയാളത്തിൽ പറയുന്ന നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വളരെ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് അനീതികളുണ്ടായിരുന്നു. അതായത് ജാതിയുടെ പേരിൽ ആൾക്കാരെ മാറ്റി നിർത്തുന്ന, അയിത്തം കൽപ്പിക്കുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മുടെ ജനത, കേരള ജനത, അത് ജാതിമത ഭേദമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിലാദ്യം പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ മാറുമറയ്ക്കൽ സമരം എന്ന് പറഞ്ഞൊരു സമരം. അതിൻ്റെ പേരാണ് എന്ത്? അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. എന്തുവാണ്? അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, മാറുമറയ്ക്കൽ സമരം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ടാൽ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇങ്ങനൊരു നാടായിരുന്നു നമ്മുടെ കേരളം എന്നൊക്കെ ചിന്തിച്ചു പോകും. അതായത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിൽ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ മാറ് മറയ്ക്കുക എന്ന് വെച്ചാൽ അവരുടെ ബ്രസ്റ്റ്, നെഞ്ച് മറയ്ക്കാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. അത് അന്നത്തെ അപ്പർ ക്ലാസ് എന്ന് കരുതപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ പറയുന്ന ഇപ്പോൾ ചാന്നാർ സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ, ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, അതുപോലെ പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഈ പറയുന്ന പ്രശ്നം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീകൾക്ക് എന്താണ്, പൊതുസ്ഥലങ്ങളിലൊന്നും തന്നെ ഈ അവരുടെ മാറ് മറയ്ക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് അവർ താഴ്ന്നതാണ്, അവർ മോശക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മേൽജാതിയിൽ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ചെയ്തിരുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു നടപടിയായിരുന്നു ഇത്. അപ്പോൾ ഇത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. കാരണം ഓക്കെ അങ്ങനെയാണെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നതിന് ശേഷം, ഈ പറയുന്ന മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം, അപ്പോൾ അവരിതൊരു തെറ്റാണെന്നും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പണ്ട് തന്നെ ഈ പറയുന്ന ഈ മിഷനറി പ്രവർത്തകർ ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ ഈ കാര്യം അറിയിക്കുകയും 1823 കാലത്ത് തന്നെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഇതിനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സാധാരണ ഹിന്ദു മതത്തിൽപ്പെടുന്ന ഈ പറയുന്ന താഴ്ന്ന ചാന്നാർ സ്ത്രീകൾക്ക് ഇതിനുള്ള അവകാശം ഇല്ലായിരുന്നു. എന്നാൽ ഇവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പൊതുസ്ഥലങ്ങളിൽ മാറി മറയ്ക്കുകയും, അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെടുന്ന ആൾക്കാർ അവരെ ഉപദ്രവിക്കുകയും അല്ലേ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ചെയ്തപ്പോൾ സഹികെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു സമരത്തിലേക്ക് പോകുന്നു. സമരത്തിൻ്റെ ഒടുവിൽ തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്യുന്നു, എല്ലാ സ്ത്രീകൾക്കും മാറി മറയ്ക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തൊരു സംഭവമാണ് ഈ പറയുന്ന അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 1859 ഇത് നടക്കുന്നത്. 1859 ജൂലൈ 26 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തിരുവിതാംകൂറിലെ മഹാരാജാവ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ചാന്നാർ ലഹള എന്നല്ല, എന്താണ്, മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ദ വുമൺ ഇൻ ദ ചാന്നാർ കമ്മ്യൂണിറ്റി ഓഫ് ദ സദേൺ ട്രാവൻകൂർ ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു വെയർ അപ്പർ ക്ലോത്ത് ലൈക്ക് ദ വുമൺ ഹു വെയർ കൺസിഡർഡ് ടു ബി ദ അപ്പർ ക്ലാസ്. മേൽജാതിയിൽപ്പെട്ടവരെ പോലെ സാധാരണ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. സോ ദ ചാന്നാർ വുമൺ ഹു അപ്പിയർഡ് ഇൻ ദ പബ്ലിക് places wearing upper cloth with the support of the Christian missionaries were attacked by those who were considered to be the upper caste and their upper cloth was torn off. അല്ലേ, അത് വലിച്ചു മാറ്റി അവരെ നാണം കെടുത്തുന്ന ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സമരം നടക്കുന്നു, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ആൾക്കാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു. പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം കൊടുക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ എത്ര കോമഡി ആയിട്ടുള്ള കാര്യം അല്ലേ, നമ്മുടെ നാട്ടിൽ നടന്നിരുന്നതാണ്. 1859 എന്നൊക്കെ പറയുമ്പോൾ ബ്രിട്ടീഷിൻ്റെ അധികാരം, അതായത് നമുക്ക് ഈ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അറിയാം, ബ്രിട്ടീഷുകാരിലോട്ട് നമ്മുടെ ഇന്ത്യയുടെ രാജ്ഞിയുടെ കയ്യിലോട്ട് നമ്മുടെ അധികാരം, ഇന്ത്യൻ അധികാരമൊക്കെ പോകുന്ന ആ ഒരു സമയമാണ് ഈ 1859, 58 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നു. ഇതാണ് എന്ത്, അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, ചാന്നാർ റിവോൾട്ട് എന്ന് നമ്മളിതിന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം, തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക്, ചാന്നാർ കമ്മ്യൂണിറ്റി, അത് മറ്റേ നാടാറെന്ന് നമ്മളിപ്പോൾ നാടാറെന്ന് പറയുന്നുണ്ട്, ചാന്നാറെന്ന് പണ്ട് പറയുമായിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറികളുടെ സഹായത്തോട് കൂടിയിട്ട് അതിനുള്ള അവകാശം അവർ നേടിയെടുക്കാൻ ശ്രമിച്ചു. പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ എന്ത് പറ്റി, 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് എന്ത് ചെയ്യുന്നു, ഇതിനുള്ള അവകാശം കൊടുക്കുന്നു. അങ്ങനെ ഈ പറയുന്ന സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നിയമം പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്നത്. സിവിൽ നിയമങ്ങൾ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ചില ബേസിക് കാര്യങ്ങൾ പോലും നമുക്ക് അന്ന് ജാതിയുടെ പരമായിട്ട് കിട്ടില്ലായിരുന്നു. അടുത്ത് നമ്മുടെ അന്നത്തെ ഈ പറയുന്ന സാമൂഹിക രീതി അനുസരിച്ച്, അപ്പോൾ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അല്ലെങ്കിൽ ചാന്നാർ കലാപം അല്ലെങ്കിൽ റിവോൾട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ചാന്നാർ റിവോൾട്ട് എന്ന് ഞാൻ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, ചാന്നാർ കലാപം എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ അപ്പർ ക്ലോത്ത് എഡ്യൂക്കേഷൻ എന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇപ്പം എന്താ സംഭവം, ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് മറയ്ക്കാൻ അപ്പർ ക്ലോത്ത് ഇടാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഓക്കെ, സോ എന്ത് പറ്റി, ദേ വർ നോട്ട് അലൗഡ് ടു വിയർ അപ്പർ ക്ലോത്ത് ലൈക്ക് ദ അപ്പർ കാസ്റ്റ് വുമൺ. അപ്പോൾ അതിനെതിരെ സ്ട്രഗിൾ വരുന്നു. വർഷം ഓർത്ത് വയ്ക്കുക, 1859 ജൂലൈ 26 ഈ പറയുന്ന തിരുവിതാംകൂർ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതിനുള്ള അവകാശം കൊടുക്കുന്നു. ദിസ് ഈസ് കോൾഡ് അപ്പർ ക്ലോത്ത് എഡ്യൂക്കേഷൻ. അടുത്ത് നമുക്ക് ഈ അൺടച്ചബിൾസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരെ തൊട്ടുകൂടാത്തവർ എന്ന് വെച്ചാൽ ജാതിയിൽ താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾക്കാരെ നമ്മുടെ ഈ പറയുന്ന വൈക്കം അമ്പലത്തിന് ചുറ്റുമുള്ള വഴി ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അമ്പലത്തിന് ചുറ്റും വഴിയുണ്ടല്ലോ, അവർ അമ്പലത്തിൽ കയറുന്നതല്ല, ആ ചുറ്റുമുള്ള വഴിയിൽ പോലും അവർ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ ഇതിനെതിരെ നടന്ന സമരമാണ് എന്ത്, വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്ന പ്രധാന വ്യക്തിയാണ് ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കേട്ടിട്ടുണ്ടായിരിക്കും, കെ.പി. കേശവ മേനോൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നോക്കിയേ, ദ പീപ്പിൾ ഹൂ വെയർ കൺസിഡേർഡ് ഇൻഫീരിയർ വെയർ നോട്ട് അലൗഡ് ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ് ഓഫ് ദ വൈക്കം ടെമ്പിൾ ആൻഡ് ദ സത്യാഗ്രഹ ബിഗെയിൻ ഓൺ മാർച്ച് 30, 1924. 23 കോൺഗ്രസ് സമ്മേളനത്തിൽ ടി.കെ. മാധവൻ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. കാക്കിനട സമ്മേളനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ടി.കെ. മാധവൻ പോയിട്ട് പറയുന്നു ഇങ്ങനെ ഒരു അൺടച്ചബിലിറ്റിക്കെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ തൊട്ടുകൂടാത്തവരെന്നൊരു സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നു. ഇത് കോൺഗ്രസ് വ്യക്തി ആണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് സെഷൻ ആയതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെ ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ കെ. കേളപ്പനും കെ.പി. കേശവ മേനോനെയും പോലെയുള്ള വ്യക്തികൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, വൈക്കത്ത് സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഓക്കെ, ഇത് നേഷൻ വൈഡ് അട്രാക്ഷൻ നേടുകയും നമ്മുടെ മഹാത്മാഗാന്ധി ഇടപെടുകയും ചെയ്യുന്നു. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഇടപെടലോടൊക്കെ കൂടി അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഇതിൽ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നുണ്ടായിരുന്ന അല്ല, കെ.പി. കേശവമേനോനും ടി.കെ. മാധവനും അതുപോലെ നമ്മൾ മറ്റൊരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവർ ഇതിന് മുന്നിട്ട് വന്നിരുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഗുണം അതാണ്, നമ്മൾ ജാതിപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ എതിർക്കുന്നതും ഇതേ പറയുന്ന ജാതിപ്പെട്ടവർ അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കേരളം നല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് അല്ലേ. ആൾക്കാർ അങ്ങനെ നല്ല മനുഷ്യരും എല്ലായിടത്തും ഉണ്ട്, അതുപോലെ മോശം മനുഷ്യരും എല്ലായിടത്തും ഉണ്ട്. അതാണ് അതിൻ്റെ സത്യം. സവർണ ജാതിയൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര വിഷയമായിട്ട് കത്തിക്കയറുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, 1925 നവംബർ 23 ഈ പറയുന്ന അമ്പലത്തിലെ 3 വഴികളും ഈ പറയുന്ന എല്ലാവർക്കും, എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവ്. അപ്പോൾ ഇതാണെന്തെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം അമ്പലം, വൈക്കത്തമ്പലത്തിൽ നിങ്ങളെല്ലാം പോയിട്ടുണ്ടോ? അപ്പോൾ വൈക്കത്തമ്പലത്തിന് ചുറ്റുമുള്ള വഴി, ഓക്കെ, റൈറ്റ് ടു ട്രാവൽ അല്ലെ, അവകാശം, ഫ്രീഡം ഓഫ് മൂവ്മെന്റിന് വേണ്ടി നടന്നൊരു സമരമാണിത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ ദ പീപ്പിൾ ഹു വെർ കൺസിഡേർഡ് ദ ലോവർ കാസ്റ്റ് വെയർ നോട്ട് അലൗഡ് ടു വാക്ക് ഓൺ ദ റോഡ്സ് നിയർ ദ വൈക്കം ടെമ്പിൾ. സത്യാഗ്രഹം നടക്കുന്നു 1924 മാർച്ച് 30. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവ മേനോനായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി വരെ ഇടപെടുന്ന സമരത്തിൽ 1925 നവംബർ 23 എന്ത് പറ്റുന്നു, 3 ഗേറ്റുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അൺടച്ചബിലിറ്റി എന്നുള്ള കാര്യം മാറി ഇക്വാലിറ്റി കൊണ്ടുവരുന്ന ഒരു സമരമാണ് എന്തെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് വൈക്കം സത്യാഗ്രഹം പോലെ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ് എന്ത്, ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ അമ്പലത്തിലോട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഓരോ ഘട്ടമായിട്ട് നടക്കുന്നതാണ് അല്ലേ. 1859 ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അവകാശം നേടിയെടുത്തു. 24 ആയപ്പോഴത്തേക്ക് നമുക്ക് വഴികൾ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന അതിനു വേണ്ടി എന്ത് ചെയ്തു, സമരം നടന്നു. അടുത്ത് ഈ പറയുന്ന 31 ആയപ്പോഴത്തേക്കും 1931 നവംബർ 1 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് എല്ലാ ഹിന്ദുക്കൾക്കാണല്ലോ അമ്പലത്തിൽ പോകേണ്ടത്. അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലം തുറന്നു കൊടുക്കണം. ഓക്കെ, എൻട്രി ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് ദ ഹിന്ദുസ് ഇൻ ദ ഗുരുവായൂർ ടെമ്പിൾ. അതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. ഇവർ ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാകുന്നു. ഇതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AKG എന്നറിയപ്പെടുന്ന AK ഗോപാലനും P. കൃഷ്ണപിള്ളയും. ഈ പേരൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ പറയുന്ന സമരം നടക്കുന്നു. ഒരു കാരണവശാലും അവിടെയുള്ള അമ്പല കമ്മിറ്റിക്കാർ അതിനെ അനുവദിച്ചില്ല. അപ്പോൾ കെ. കേളപ്പൻ എന്ത് ചെയ്യുന്നു, ഒരു നിരാഹാര സമരം അല്ലെ, മരിക്കുന്നവർ നിരാഹാര സമരം എന്ത് ചെയ്യുന്നു, ആചരിക്കുന്നു. അത് ഭയങ്കര വിഷയമാകുന്നു. ഗാന്ധിജി ഇടപെട്ട് അവസാനം ഈ സമരം എന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. അങ്ങനെ പൊന്നാനി താലൂക്കിൽ വെച്ചിട്ട് ഒരു പൊതു താല്പര്യം തേടുന്നു. പൊതു താല്പര്യത്തിൽ എല്ലാവരും പറഞ്ഞു എന്താണ്, അങ്ങനെ ജാതി ഒന്നും നോക്കണ്ട, അമ്പലം എല്ലാ ഹിന്ദുക്കൾക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ള അനുവാദത്തിൻ്റെ വോട്ടെടുപ്പിൽ എന്ത് ചെയ്യുന്നു, എല്ലാവരും പങ്കെടുക്കുന്നു, അനുകൂലമായിട്ട് വോട്ടെടുക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
1936 നവംബർ 12 തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ത് ചെയ്യുന്നു? എല്ലാ അമ്പലങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്ഷേത്ര പ്രവേശന വിളംബരം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അതായത് എല്ലാ ഹിന്ദുക്കൾക്കും എന്ത് ചെയ്യാം? തിരുവിതാംകൂറിലെ എല്ലാ അമ്പലങ്ങളും തുറന്നു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഗാന്ധിജി അതിനെ ഒന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? മിറാക്കിൾ ഓഫ് ദ മോഡേൺ ടൈംസ് എന്നാണ്, അല്ലെ ആധുനിക ലോകത്തിലെ മഹാത്ഭുതം എന്നാണ് ഇതിനെ വിളിച്ചത്. കാരണം അന്നേ വരെ ഈ ജാതി വ്യവസ്ഥയൊക്കെ നിന്നിരുന്ന നാട്ടിൽ ഇതൊരു അത്ഭുതമായിരുന്നു. AKG നിങ്ങൾക്കറിയാം, P കൃഷ്ണപിള്ളയും നിങ്ങൾക്ക് അറിയാം. ഇതാണ് സംഭവം. ഇതാണ് K കേളപ്പൻ, ഇതാണ് TK മാധവൻ. മന്നത്ത് പത്മനാഭൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ എവിടെ? മന്നത്ത് പത്മനാഭൻ ഇല്ലേ? ഇതാ കിടക്കും. അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹം വേറെ കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സമരം. അപ്പോൾ എന്തുവാണ്? നവംബർ 1 അല്ലേ, കേരളപ്പിറവിയുടെ അന്ന് കേരളപ്പിറവി വന്നിട്ടില്ല കേട്ടോ, അത് 56 വരുന്നത്. 31 നവംബർ 1 എന്ത് ചെയ്യുന്നു? K കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരെന്ത് ചെയ്യുന്നു? പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്നു. വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? AKGയും P കൃഷ്ണപിള്ളയും. അവരെയൊക്കെ വളരെ മോശമായിട്ട് അടിച്ച് നശിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്യുന്നത്? നിരാഹാര സമരം ആരംഭിക്കുന്നത്. അങ്ങനെ എന്ത് പറ്റുന്നു? ഗാന്ധിജി ഇടപെട്ടത് അവസാനിപ്പിക്കുന്നു. അങ്ങനെ അവസാനം എല്ലാവർക്കും അമ്പലത്തിലേക്ക് കയറാനുള്ള അവകാശം കിട്ടുന്നു. അതേപോലെ നമ്മുടെ കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ് പാലിയം സത്യാഗ്രഹം. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പാലിയത്തച്ഛന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഉള്ള വഴി, പാലിയം റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? സഞ്ചരിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ ആലോചിക്കണം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമാണ്. അപ്പോൾ 47-48 കാലഘട്ടത്തിൽ അതിനെതിരെ ഒരു സമരം നടക്കുന്നു. നേതാവായിരുന്നു ആര്? C കേശവൻ. അപ്പോൾ എന്ത് പറ്റി? The marginalized section of the people were prohibited from walking on the road in front of the resident of the പാലിയത്തച്ഛൻ at the ചേന്നമംഗലം, കൊച്ചി. അപ്പോൾ എന്ത് പറ്റി? പാലി സത്യാഗ്രഹം വാസ് ഓർഗനൈസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ്. ഗവൺമെൻറ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ C കേശവന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ഇൻറ്റൻസിഫൈ ആകുന്നു. 48 ആകുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? കൊച്ചിയിലെ എല്ലാ അമ്പലങ്ങളും നമ്മുടെ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പോലെ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു 48. അതുമായി അനുബന്ധിച്ച് ഈ പറയുന്ന നിയമം എടുത്ത് മാറ്റുന്നു. അങ്ങനെ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശമൊക്കെ കിട്ടുന്നു. അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്തിനായിരുന്നു? ക്ലോത്ത് വെയർ ചെയ്യുന്നില്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്തിനായിരുന്നു? വൈക്കത്തിന് ചുറ്റുമുള്ള റോഡിലൂടെയുള്ള ട്രാവലിന് വേണ്ടിയായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂരിലോട്ട് എല്ലാ മതക്കാർക്കും ഉള്ള എൻട്രി കിട്ടാൻ വേണ്ടിയായിരുന്നു. പാലിയം സത്യാഗ്രഹം എന്താ? പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിൽ കൂടിയുള്ള റോഡ്, പാലിയം റോഡ് അല്ലേ. അപ്പോൾ പാലിയം റോഡ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യാഗ്രഹം നടത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രഗിൾ ഫോർ സിവിൽ റൈറ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ essay ആയിട്ട് ചോദിക്കും. essay ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നു. അപ്പോൾ പാലിയം സത്യാഗ്രഹം എന്താണ്? പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ പറയുന്ന അൺടച്ചബിലിറ്റിയുടെ അബോളിഷന് വേണ്ടിയിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു? ഈ പറയുന്ന ചേന്നമംഗലത്തുള്ള പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിലൂടെ ഉള്ള വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ചേർന്നിട്ട് C കേശവന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? അറസ്റ്റ് ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ 48 ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിൽ നടക്കുന്നു. അങ്ങനെ എല്ലാ റോഡുകളും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് സിവിൽ റൈറ്റ്സിന് വേണ്ടി നടന്ന മൂവ്മെൻറ്റ്സ്.